നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാണ്. അതിൽ നമുക്ക് HTML കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു വെബ് ഡെവലപ്മെന്റ് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നോക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. സോ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഒരു വെബ് ഡെവലപ്മെന്റിന്റെ ബേസിക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ തുടക്കക്കാരാണെങ്കിൽ ഈ വീഡിയോ സീരീസ് കണ്ടു തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ ആ 2 വീഡിയോ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. സോ എന്താണ് HTML എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആണ്. സോ ഫയൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഫയലുകൾ നമുക്കറിയാം. ഇമേജസ് ഉണ്ട്, PDF ഉണ്ട്, സിപ്പ് ഫയലുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഫയലുകളുണ്ട്. അതുപോലത്തെ ഒരു ഫയൽ ഫോർമാറ്റാണ് HTML. ഈ ഒരു ഫയൽ ഫോർമാറ്റ് ബ്രൗസറുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആണ്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ്. അതായത് നമുക്ക് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാവുന്നതും അപ്ഡേറ്റ് ചെയ്യാവുന്ന ഒരു ഫയൽ ഫോർമാറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഇമേജ് പോലെയൊക്കെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരു ഫോർമാറ്റാണ് HTML. ഇത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് നല്ല ഗ്രാഫിക്കലായിട്ട് നല്ല ലുക്ക് ആൻഡ് ഫീലിൽ നമുക്ക് എഴുതാൻ സഹായിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് HTML ഫയൽ ഫോർമാറ്റ് നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വേറെ ഏതെങ്കിലും ഫയൽ ഫോർമാറ്റ് നമ്മുടെ ഈ ബ്രൗസർ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതിനു മുന്നേ നമുക്ക് വെബ് ബ്രൗസറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഈ വെബ് ബ്രൗസർ പല ദൗത്യങ്ങൾ നിറവേറ്റുന്നതാണ്. അതിലൊന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് ഇത് HTTP ക്ലയൻ്റായിട്ട് ആക്റ്റീവ് എന്നുള്ളതാണ്. അതായത് HTTP സെർവറിൽ നിന്നും ഫയലുകൾ എടുക്കാനും അതുപോലെ തന്നെ ഇവിടുന്ന് ഡാറ്റ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനും ഈ ബ്രൗസർ സഹായിക്കും. അതുകൂടാതെ വേറെയും കുറേ ഫംഗ്ഷനാലിറ്റീസ് വെബ് ബ്രൗസറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഫംഗ്ഷനാലിറ്റിയാണ് ഇത് കുറേ ടൈപ്പിലുള്ള ഫയലുകൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്കൊരു ക്രോമിൻ്റെ വെബ് ബ്രൗസർ എടുക്കാം. സോ ഈ വെബ് ബ്രൗസറിനകത്ത് ഏതൊക്കെ ഫയൽ ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നു നോക്കാം. എല്ലാം നോക്കുന്നില്ല, കുറച്ച് ഫയൽസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടി ഒരു ഫോൾഡറിനകത്ത് കുറച്ച് ഫയൽസ് ഇട്ടിട്ടുണ്ട്. ഒരു ഇമേജ്, ഒരു PDF, ഒരു ഡോക്ക് ഫയല്, പിന്നെ ഒരു സിപ്പ് ഫയല്, പിന്നെ ഒരു വീഡിയോ, ഇങ്ങനെ കുറച്ച് ഫയൽസ് ഇട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇമേജ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് അതിനകത്തിട്ട് നോക്കാം. ഓക്കെ, സോ ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇമേജ് ഈ ബ്രൗസറിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് PDF എടുത്തു കഴിഞ്ഞാൽ PDF ഡ്രാഗ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ PDFും ഓപ്പൺ ആവുന്നുണ്ട്. ഇനി നമുക്കൊരു ഡോക്ക് ഇട്ട് കഴിഞ്ഞാലോ ഡോക്ക് ഓപ്പൺ ആയില്ല, ഡോക്ക് പകരം ഡൗൺലോഡ് ആവുകയാണ് ചെയ്തത്. അതായത് ഡോക്ക് ഫോർമാറ്റ് നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ സിപ്പ് ഫയൽ എടുത്താലോ സിപ്പ് ഫയലും സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ ബ്രൗസർ. വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലോ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലേതൊക്കെ ഫയൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ബ്രൗസറിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ക്രോമിലുള്ള പോലെ ആയിരിക്കില്ല ഫയർഫോക്സ്, അതുപോലെ ആയിരിക്കില്ല സഫാരി. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എല്ലാ ബ്രൗസറുകളും നിർബന്ധമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന 3 ഫയൽ ടൈപ്പുകളുണ്ട്. അതിലൊന്നാണ് HTML, അടുത്തത് ജാവാസ്ക്രിപ്റ്റ്, പിന്നൊന്ന് CSS. ഇത് 3 ബ്രൗസറുകളിൽ ഒരു ഡെവലപ്പർക്ക് കുറച്ച് കൂടുതൽ കൺട്രോൾ തരുന്ന 3 ഫയൽ ഫോർമാറ്റുകൾ. സോ അതിൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഫയൽ ഫോർമാറ്റാണ് HTML. സോ ഇനി മൂന്നാമത്തെ വെബ് ബ്രൗസറിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഡീബഗ്ഗിംഗ് ആണ്. അതായത് നമ്മളൊരു ഡെവലപ്പർ എന്തെങ്കിലും കോഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ HTML ആയിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് എഴുതി കഴിഞ്ഞാൽ അത് വെബ് ബ്രൗസറിൽ കാണുമ്പോൾ അത് വൃത്തിക്ക് വന്നിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇതിനകത്ത് തന്നെ ടൂൾസ് ഉണ്ട്. അത് ടൂൾസ് വെച്ച് നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ മാതൃഭൂമിയുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് എഴുതിയിരിക്കുന്ന ഒരു HTML വെച്ചിട്ടാണ്. ആ HTML കാണുമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പേജ് സോഴ്സ് എന്നടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ HTML ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇത് കാണുമ്പോൾ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കും. അത് മിക്കവാറും പല ടൂൾസ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഈ പേജ് കാണുന്ന അത്ര കോംപ്ലിക്കേഷൻ ഇല്ല നമുക്ക് HTML പഠിക്കാനെന്നുള്ളതാണ്. സോ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പേജ് സോഴ്സ് കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെനു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഇതേപോലെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ HTMLും അതിനോടനുബന്ധിച്ചിട്ടുള്ള CSSും ജാവാസ്ക്രിപ്റ്റും ഒക്കെ നമുക്കിതിനകത്ത് കാണാനും അത് ഡീബഗ് ചെയ്യാനും നമുക്ക് പറ്റും. സോ ഇങ്ങനത്തെ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസാണ് നമ്മുടെ വെബ് ബ്രൗസറിനുള്ളത്. അതിൽ വെബ് ബ്രൗസർ മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയൽ ഫോർമാറ്റാണ് HTML. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ഒരു HTML എഴുതുന്നത് എന്ന് നോക്കാം. സോ അതിനു മുന്നേ കൂട് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്നമർത്താൻ തീർച്ചയായും പരിഗണിക്കുക. അത് ഈ ചാനലിന് അടിപൊളി ബൂസ്റ്റ് ആയിരിക്കും. സോ ഈ മാതൃഭൂമിയുടെ തന്നെ പേജ് സോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാം എങ്ങനെയാണ് HTML എഴുതുക എന്നുള്ളത്. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലെസ് ദാൻ എന്ന് പറഞ്ഞ സിമ്പിളിൽ നിന്നും കുറച്ച് നെയിമുകളുണ്ട്. ഓക്കെ, സോ ഇതിനെയാണ് ടാഗുകൾ എന്ന് പറയുന്നത്. സോ ഒരു HTMLൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ടാഗുകളാണ്. ഓക്കെ, സോ ഒരു വ്യക്തമായ ഫിക്സ്ഡ് സെറ്റ് ഓഫ് ടാഗുകളുണ്ട് HTMLനകത്ത്. അത് ഓരോ ടാഗിനും ഓരോരോ പർപ്പസ് ആയിരിക്കും. HTMLനകത്ത് ഒരുപാട് ടാഗുകളുണ്ട്. എല്ലാം ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ 90% ഉപയോഗിക്കുന്ന ടാഗുകൾ നമുക്ക് ഈ സീരീസിൽ പറഞ്ഞു പോകാം. സോ അത് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ HTML ഒരുവിധം കവറാവും. ഫസ്റ്റ് നമ്മൾ നോക്കണം എന്താണ് ടാഗ്, ഈ ടാഗുകൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഓക്കെ, സോ നമുക്ക് കോഡിലേക്ക് ഇറക്കാം. സോ നമ്മളൊരു HTML ഫയൽ ഉണ്ടാക്കാൻ പോവാണ്. സോ HTML ഫയൽ ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേറൊന്നും ആവശ്യമില്ല, നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ മതി. സോ ഏത് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കും?
സോ നമ്മൾ പ്രോഗ്രാമേഴ്സ് ജനറലി ഉപയോഗിക്കുന്നത് VS കോഡ് എന്ന് പറഞ്ഞ എഡിറ്ററാണ്. അത് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് VS കോഡാണ്. VS കോഡ് ഇല്ലാത്തവർ VS കോഡ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. വൺസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ VS കോഡ് തുറന്നു കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ഫോൾഡർ ഉണ്ടാവും. നമുക്ക് എവിടെയാണോ നമ്മുടെ ഫയൽസ് വേണ്ടത് അവിടെ ചെല്ലുക. നമുക്ക് വേണമെങ്കിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കാം, HTML2 എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കാം. എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഫോൾഡർ ഇവിടെ വരും. ഈ ഫോൾഡറിനകത്ത് സ്വയം തന്നെ നമുക്കൊരു ഫയൽ ഉണ്ടാക്കാം. ആ ഫയലിന് index.html എന്ന് പേര് കൊടുക്കാം. ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ HTM ആവാം, HTML ആവാം. ജനറലി മിക്കവാറും എല്ലാവരും HTML എന്നാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് HTML കൊടുക്കാം. സോ ഇങ്ങനെ എക്സ്റ്റൻഷനുള്ള ഫയലിനകത്താണ് നമ്മൾ HTML എഴുതുന്നത്. ഓക്കെ, സോ HTML എഴുതുന്നത് ടാഗുകൾ വെച്ചിട്ടാണ്. HTML പേജിനകത്ത് മൊത്തം ടാഗുകളായിരിക്കും, പല രീതിയിലുള്ള ടാഗുകളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഒരു ടാഗ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ടാഗ് എഴുതുന്നത് ഇതേപോലെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിളിൻ്റെ ഇടയിലായിരിക്കും. അതിനകത്ത് ഒരു ടാഗിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, സോ ഇത് ഒരു HTML ടാഗിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ സം നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടാഗിൻ്റെ പേരാണ് വരിക. നമുക്ക് ഏത് ടാഗാണോ ആവശ്യം ആ ടാഗിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുക. ഓക്കെ, സോ ഇതൊരു രീതി ടാഗ് കൊടുക്കാൻ. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ടാഗിൻ്റെ ഉള്ളിൽ ചിൽഡ്രൻ ആയിട്ട് വേറെയും ടാഗുകൾ ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, പിന്നെ ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. ക്ലോസിംഗ് ടാഗിൽ ഈ ഫസ്റ്റ് ഒരു സ്ലാഷും കൂടി ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഓപ്പണിംഗ് ടാഗും ഇതൊരു ക്ലോസിംഗ് ടാഗുമാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര വേണമെങ്കിൽ ചൈൽഡ് എലമെൻറ്റ്സ് ഇടാം, എത്ര എലമെൻറ്റ്സ് വേണമെങ്കിൽ ഇടാം. അതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ചിൽഡ്രൻ എലമെൻറ്റ്സ് എത്ര വേണമെങ്കിൽ ഇടാം. അങ്ങനെ നമുക്ക് ഇട്ടിട്ട് പോകാം. അപ്പോൾ ഒരു ഓപ്പണിംഗ് ടാഗും ഒരു ക്ലോസിംഗ് ടാഗിൻ്റെ ഇടയിൽ ഇതേപോലെ ചൈൽഡ് ടാഗുകൾ വരാം. ഓക്കെ, സോ ഇങ്ങനെ ടാബ് ഇങ്ങനെ സ്പേസ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് അറിയാൻ വേണ്ടിയിട്ട് കോഡ് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് സ്പേസ് ചെയ്യുന്നതാണ്. ചില എഡിറ്റേഴ്സ് ഇതേപോലെ ഇന്നർ ചൈൽഡ് ഇതേപോലെ ടാബൊക്കെ ഡീഫോൾട്ടായിട്ട് ഇട്ട് തരും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഒരു രീതി ടാഗ് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ എഴുതും, ഇത് ചൈൽഡ് ടാഗ് ആണോ അതിന് ക്ലോസിംഗ് ടാഗ് ഇനി വരാനുണ്ടോ, അങ്ങനെ വല്ല കൺഫ്യൂഷനും എഴുതുന്ന ആൾക്ക് തോന്നുവാണെങ്കിൽ ശരിക്കും സിംഗിൾ ടാഗിനെ, അത് ചിൽഡ്രൻ ഇല്ലാത്ത ടാഗുകൾക്ക് നമ്മളിങ്ങനെ അവസാനം ഒരു ഇങ്ങനെ ഒരു സ്ലാഷും കൂടി കൊടുക്കാറുണ്ട്. സോ ഇത് ചിൽഡ്രൻ ഇല്ലാത്ത ടാഗാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് എളുപ്പമാണ്. ഓക്കെ, സോ ഇതാണ് ടാഗുകളുടെ ഒരു ഫോർമാറ്റ്. പിന്നെ കമൻസ് കൊടുക്കാൻ പറ്റും. കമൻസ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ടാഗുകളുടെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ടിലോട്ട് വരത്തില്ല, നമ്മൾ ഡെവലപ്പറിന് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്ന കമൻറ്റുകളായിരിക്കണം. ഓക്കെ, സോ അത് ഇങ്ങനെയാണ് കൊടുക്കുക. ലെസ് ദാൻ ഈക്വൽ ടു എക്സ്ക്ലമേഷൻ ഇങ്ങനെ പറഞ്ഞാൽ അത് ബ്രൗസറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഔട്ട്പുട്ടിൽ വരത്തില്ല. ഓക്കെ, കമൻറ്റ് ഇടുമ്പോഴുള്ള ഓപ്പണിംഗ് ടാഗ് ഇതേപോലെയാണ്, ലെസ് ദാൻ എക്സ്ക്ലമേഷൻ ഹൈഫൺ ഹൈഫൺ, പിന്നെ ക്ലോസിംഗ് ടാഗ് ഹൈഫൺ ഹൈഫൺ ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കമൻറ്റ് കൊടുക്കാം. എവിടെയൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യണം അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഈ നെയിം കേസ് ഇൻസെൻസിറ്റീവ് ആണ്. അതായത് ഇവിടെ സം നെയിം എന്ന് കൊടുത്താലും സെയിം ആണ്, കേസ് വിഷയമല്ല, കേസ് ഇൻസെൻസിറ്റീവ് ആണ്. സോ ഇതും ഒരു ടാഗാണ്, ഇതും ഒരു ടാഗാണ്. ഈ ടാഗിന് ചിൽഡ്രൻ എടുക്കാമെന്ന് മാത്രം. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് ഈ ടാഗുകൾക്ക് ആർഗ്യുമെൻറ്റുകൾ കൊടുക്കാൻ പറ്റും. അതായത് മിക്കവാറും HTML ടാഗുകൾ നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ആർഗ്യുമെൻറ്റ് മേടിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ആ ടാഗിൻ്റെ ബിഹേവിയർ. അതിനെ ആട്രിബ്യൂട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സുകൾ ഒരു ടാഗിന് എടുക്കാം. സോ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത് കീ വാല്യൂ പെയറിലാണ്. അതായത് ഇവിടെ നമ്മൾ സ്പേസ് ഇട്ടിട്ട് എന്താണ് ആട്രിബ്യൂട്ട് നെയിം, ATTR1 എന്നാണ് ആട്രിബ്യൂട്ട് നെയിമിൽ അത്, പിന്നെ അതിൻ്റെ വാല്യൂ ഇതേപോലെ ഡബിൾ കോട്ട്സിനകത്തായിരിക്കും അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. സോ ഇങ്ങനെ എത്ര ആട്രിബ്യൂട്ട്സ് വേണമെങ്കിൽ കൊടുക്കാം, സ്പേസ് ഇട്ടിട്ട് എത്ര ആട്രിബ്യൂട്ട്സ് വേണമെങ്കിൽ കൊടുക്കാം. സോ ആട്രിബ്യൂട്ട്സിൻ്റെ നെയിം വ്യത്യാസമായിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അത് മിക്കവാറും ടാഗിന് അതിൻ്റെ ആട്രിബ്യൂട്ടിന് എന്ത് വാല്യൂ ആണ് വേണ്ടതെന്നത് വ്യക്തമായിട്ട് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. ഇതേപോലെ തന്നെ ചിൽഡ്രൻ ഇല്ലാത്ത ടാഗുകൾക്കാണെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ പേരുകൾ ടാഗ് നെയിം ആയാലും ആട്രിബ്യൂട്ട് നെയിം ആയാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ടാഗ് നെയിംസ് ഉണ്ട് HTML ഡോക്യുമെൻറ്റിനകത്ത്. ആ ടാഗ് നെയിമുകൾ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് വെബ് കോമ്പണൻറ്റ് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ടാഗുകൾ ഉണ്ടാക്കി കൊടുക്കാം. സോ അതൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല, പക്ഷെ അങ്ങനെ കൊടുക്കാം. സോ അല്ലാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഈ HTML5 ഡോക്യുമെൻറ്റിൽ പറയുന്ന ടാഗുകൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ആട്രിബ്യൂട്ട്സും. അതായത് ആട്രിബ്യൂട്ട്സും ആ ടാഗുകൾക്ക് എടുക്കുന്ന ആട്രിബ്യൂട്ട്സ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ എല്ലാ പേരും കൊടുക്കാൻ പറ്റത്തില്ല. ആട്രിബ്യൂട്ട്സ് നമുക്ക് കസ്റ്റം ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. അതെപ്പോഴും ഡാറ്റ ഹൈഫൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുക എന്ന് മാത്രം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കസ്റ്റം ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. ഇതിനെ ഡാറ്റ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. ഇത് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കസ്റ്റം ആട്രിബ്യൂട്ട് നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. സോ ഇത് ഇങ്ങനെയാണ് ബേസിക്കലി നമുക്ക് ടാഗുകൾ ചെയ്ത്. സോ നമ്മുടെ ടാഗിൻ്റെ ഫോർമാറ്റ് അനുസരിച്ച് ഇനി എങ്ങനെയാണ് നമ്മുടെ HTML ഡോക്യുമെൻറ്റ് എഴുതാണെന്ന് നോക്കാം. ഓക്കെ, HTML ഒരു ഡോക്യുമെൻറ്റ് തുടങ്ങുന്നത് HTML എന്ന് പറഞ്ഞ ടാഗിൽ നിന്നായിരിക്കും. ഓക്കെ, ഇതിനൊരു ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും. ഇതിനകത്ത് ചിൽഡ്രൻ വരാവുന്ന ഒരു ടാഗാണ്. മിക്കവാറും HTML ടാഗുകളൊക്കെ ചിൽഡ്രൻ സപ്പോർട്ട് ചെയ്യുന്ന ടാഗുകളാണ്, അല്ലാത്തതും കുറച്ചുണ്ട്. ഓക്കെ, അപ്പോൾ HTML എന്ന് പറഞ്ഞ ടാഗിൽ നിന്നാണ് എല്ലാ HTML ഡോക്യുമെൻറ്റും തുടങ്ങുന്നത്. ഇതിൻ്റെ അടിയിൽ 2 ഇമ്പോർട്ടൻറ്റ് ടാഗുകളാണുള്ളത്. ഒന്ന് ഹെഡും പിന്നെ അടുത്ത ടാഗ് ബോഡിയും. ഈ ഹെഡിനകത്ത് എന്താ വരിക എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് മെറ്റ ഇൻഫർമേഷനുകളാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രൗസർ നമ്മുടെ പേജ് എടുക്കുമ്പോൾ ബ്രൗസറിന് മനസ്സിലാക്കേണ്ട കുറച്ച് ഇൻഫർമേഷനൊക്കെയാണ് മെറ്റ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ മാതൃഭൂമിനകത്ത് തന്നെ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കുറേ മെറ്റ ഇൻഫർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു മെറ്റ ഇൻഫർമേഷനാണ് ഈ ടൈറ്റിൽ. കണ്ടോ,
ഈ ടൈറ്റിൽ വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ ടൈറ്റിലാണ് നമ്മുടെ ബേസിക്കലി ഈ ബ്രൗസർ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ ഇൻഫോർമേഷനിൽ പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് സ്റ്റൈലും സ്ക്രിപ്റ്റ്സുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അതിൻ്റെ ഇൻഫോർമേഷൻ അതൊക്കെയാണ് ബേസിക്കലി ഹെഡിൽ വരുന്നത്. ഓക്കെ, സോ തൽക്കാലം നമുക്കൊരു ടൈറ്റിൽ ആഡ് ചെയ്യാം. ടൈറ്റിൽ മൈ ഫസ്റ്റ് വെബ് പേജ്. ഓക്കെ, ഹെഡിലകത്ത് ഇങ്ങനെ ഒരുപാട് ലോട്ട്സ് ഓഫ് മെറ്റ ഇൻഫോ ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെ രീതിയിലുള്ള മെറ്റ ഇൻഫോ ഉണ്ടാകുന്ന ചെറിയ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വെബ് പേജ് ഇപ്പോൾ ഹോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ട്വിറ്ററിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാതൃഭൂമിയുടെ തന്നെ ട്വിറ്റർ പേജ് എടുത്തു കഴിഞ്ഞാൽ സോ ഇവരിങ്ങനെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഇമേജസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിനകത്ത് കൊടുത്തിട്ടുള്ള ഇമേജസിനെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ട്വിറ്ററിന് എങ്ങനെ മനസ്സിലാവും ഏത് ഇമേജ് എടുക്കണമെന്ന്? അപ്പോൾ ഇതിൻ്റെ പേജ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ട്വിറ്ററിൻ്റെ കുറേ മെറ്റ ടാഗുകൾ ഇറങ്ങുന്നതാണ്. അതെ, ട്വിറ്റർ ഇമേജ് സോഴ്സ് എന്ന് പറയും. അപ്പോൾ ട്വിറ്റർ പറയും ഈ മെറ്റ ടാഗ് ഇട്ട് കഴിഞ്ഞാലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇമേജ് കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് മെറ്റാ ടാഗുകളൊക്കെയാണ് ബേസിക്കലി ഹെഡിനകത്ത് വരിക. മെറ്റാ ടാഗിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിനി വരുന്ന വീഡിയോസിൽ നോക്കാം. ഇനി ബോഡിക്കകത്താണ് ഈ പേജിലെ കണ്ടൻറ്റ്, പേജിൽ എന്തൊക്കെ ഡാറ്റ വേണം അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലിനനുസരിച്ചിട്ടുള്ള പേജിൻ്റെ കണ്ടൻറ്റ് നിറയ്ക്കണത് നമ്മൾ ഫുൾ ബോഡി ടാഗിനകത്താണ്. അത് ഇതേപോലെ പല HTML ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോഡിയിൽ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ പല ടാഗുകൾ നമ്മൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, HTML പല വെർഷൻസ് ഉണ്ട്. HTML4 ഉണ്ട്, അതിന് മുന്നത്തെ വെർഷൻസുകളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് HTML5 ആണ്. അപ്പോൾ ബ്രൗസറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോമൊക്കെ പല വെർഷനുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രൗസർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഴയ കോഡാണ് വെബ്സൈറ്റിൻ്റെ പണ്ട് എഴുതിയിരിക്കുന്ന കോഡാണെങ്കിൽ ലേറ്റസ്റ്റ് HTML റെൻഡർ ചെയ്യുന്ന പോലെ റെൻഡർ ചെയ്ത് 4ൻ്റെ സ്റ്റാൻഡേർഡ് വെച്ച് റെൻഡർ ചെയ്യാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ശരിക്കും ഇതിന് ടോപ്പിൽ ഒരു ലൈനിൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതിനൊരു ലൈൻ ഓഫ് കമാൻഡ് ഉണ്ട്, അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അല്ല നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ഏതാണോ സ്റ്റാൻഡേർഡ് അതെടുത്താൽ മതി എന്ന് പറയാൻ ഡോക് ടൈപ്പ് HTML ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഏതാണോ സ്റ്റാൻഡേർഡ് അത് വെച്ചിട്ട് നമ്മുടെ പേജ് പ്രോസസ്സ് ചെയ്യാനാണ് പറയുന്നത്. സോ ഇതാണ് ഒരു HTML പേജിൻ്റെ ബേസിക് സ്ട്രക്ചർ. HTML സ്ട്രക്ചർ നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് google.com-നകത്ത് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഗൂഗിൾ എടുത്ത് നമുക്ക് ഇൻസ്പെക്ട് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ HTML ഉണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും. ഈ ബോഡിക്കകത്തായിരിക്കും ഇതിൻ്റെ മൊത്തം കണ്ടൻറ്റ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മളൊരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് എഴുതി കഴിഞ്ഞാൽ ഇത്രയും എഴുതിയതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണണം. നമ്മുടെ വെബ് ബ്രൗസറിൽ ഇത് എങ്ങനെ റെൻഡർ ചെയ്യാമെന്ന് കാണണം. അപ്പോൾ നമുക്കൊരു വഴി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെവിടെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ പേജിലോട്ട് പോകാം. റിവീലിയൻ ഫൈൻഡർ. ഇപ്പോൾ ഇതാണ് നമ്മുടെ HTML ഫയൽ. സോ നമ്മുടെ വെബ് ബ്രൗസറിനകത്ത് HTML ഫയൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിവിടെ കൊണ്ടുപോയിട്ട് നോക്കാം. നമ്മുടെ HTML ഫയൽ ഇതിനകത്ത് ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള കാരണം എന്താണ്? നമ്മുടെ ഈ കോഡിനകത്ത് ബോഡിക്കകത്ത് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, സോ നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറഞ്ഞിട്ട് അത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വരാൻ കാരണം നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിക്ക് വേണമെങ്കിൽ ഹലോ കോഡ് മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ കോഡ് മലയാളം നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം തോന്നും, നമ്മൾ വെബ് സെർവറിലാണല്ലോ ഇടേണ്ടത് നമ്മൾ ഫയൽ, ആ ഫയലാണല്ലോ അവിടെ കാണിക്കേണ്ടത് എന്ന് ഒരു സംശയം വരാം. സോ വെബ് ബ്രൗസർ ഒരു HTTP ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യും. അതായത് വെബ് സെർവറിൽ നിന്ന് പോയിട്ട് ഫയൽ എടുത്ത് കൊണ്ടുവരാം. അതുപോലെ തന്നെ ലോക്കൽ മെഷീനിലെ ഫയലും അവനെടുത്ത് കാണിക്കും. സോ ആ ഒരു ഫംഗ്ഷനാലിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇത് ലോക്കലിൽ നിന്ന് പോയിട്ട് ഒരു ഫയൽ എടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് ഈ ഫയൽ തന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ AWSൻ്റെ S3 ബക്കറ്റിൽ ഒന്ന് ഹോസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ലിങ്ക് അടിച്ച് നോക്കാം. ഈ ഒരു ലിങ്കിനകത്ത് നമുക്ക് നമ്മുടെ വെബ് പേജ് കിട്ടി. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ലോക്കൽ വെബ് ഡെവലപ്മെൻറ്റ് സെർവർ എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നമ്മൾ എഴുതിയ HTML പേജ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സോ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. സോ ഒന്നല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ ഫയലിൽ ചേഞ്ചസ് ചെയ്ത ശേഷം നമുക്ക് ലോക്കലിൽ നിന്ന് തന്നെ നമ്മുടെ വെബ് പേജിൽ ഇതേപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇത് നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ വെബ് സെർവറിൽ നല്ല എടുക്കുന്നത് നമ്മുടെ ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടാവും. ചില കേസിൽ നമ്മൾ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചില സമയത്ത് ബ്രൗസർ അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാതെയാവും. അപ്പോൾ എപ്പോഴും ലോക്കലിൽ ഇങ്ങനെ ഫയൽ മോഡിഫൈ ചെയ്തിട്ട് ബ്രൗസറിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അത്ര നല്ലൊരു ഓപ്ഷനല്ല. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ വെബ് സെർവറിലോട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാ തവണയും വെബ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഓരോ തവണ നമ്മൾ ഫയൽ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഒരു സെർവർ ഓടിക്കുക. സോ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വെബ് സെർവർ എന്ന് പറഞ്ഞ ഒരു മെഷീൻ അല്ല, ആ മെഷീനിൽ ഓടുന്ന അപ്ലിക്കേഷനാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ ഒരു വെബ് സെർവർ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെഷീനിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോക്കൽ മെഷീൻ തന്നെ ഒരു വെബ് സെർവറായിട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സാധാരണ ടെസ്റ്റിംഗ് ചെയ്യാറുള്ളത്. സോ സ്റ്റാറ്റിക് വെബ്സൈറ്റുകളാണെങ്കിൽ, അതായത് ബാക്ക് എൻഡിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാത്ത കോഡുകളാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഡെവലപ്മെൻറ്റ് സെർവറുകൾ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോക്കൽ മെഷീനിൽ തന്നെ നമുക്ക് ഓടിക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സെർവറാണ് നമ്മളുടെ VS കോഡിനകത്ത് ലൈവ് സെർവർ എന്ന് പറഞ്ഞ് മാർക്കറ്റ് പ്ലേസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സെർവർ എന്ന സംഭവം കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, വൺസ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോക്കൽ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ തന്നെ ഓടിക്കും. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്താൽ മതി. ഓക്കെ,
127.0.0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മെഷീൻ്റെ IP അഡ്രസ് തന്നെ അർത്ഥം. അതായത് ഏത് മെഷീനിലും ഈ ഒരു IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ എന്നാണ് അർത്ഥം. ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, സോ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ 127.0.0.1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ എന്നർത്ഥം. ഇതിനകത്ത് 5500 എന്ന് പറഞ്ഞ പോർട്ടിലാണ് ഇവൻ സെർവർ ഓടിച്ചിരിക്കുന്നത്. ആ സെർവർ അവൻ്റെ വെബ് ഡയറക്ടറി ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഈ ഡയറക്ടറി തന്നെയായിരിക്കും. കാരണം ഇവിടെ നിന്നാണല്ലോ നമ്മൾ റൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായി റിഫ്രഷ് ആവുകയും ചെയ്യുന്നു. നോക്കോളൂ, കണ്ടോ? അതുകൊണ്ട് നമുക്ക് ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് ആക്കാനും പറ്റും. സോ ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള HTML ടാഗുകളെല്ലാം പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇത്രയുള്ള വീഡിയോനകത്ത് ഇനി വരുന്ന വീഡിയോകളിൽ HTML കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പറ്റം ടാഗുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.